So family, അമ്മയും you have two kids. ഞാൻ എൻ്റെ വൈഫും ഞാനും എനിക്ക് 2 കുട്ടികളാണ്. മൂത്തത് ഒരു son and then I have a daughter. Actually, I don't know whether you know, my son-in-law is the project director for Mangalyan. Oh, I never watched it. Yes, Subbayaru. Yes. So they are in Bangalore. Okay. Son ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട്. Okay. എന്തായാലും സാറിനുള്ള ഭക്ഷണം ഞാൻ തന്നിട്ട് ബാക്കി സംസാരിക്കാം. Okay. Thank you. ഇങ്ങനെ ഒത്തിരി ബിസി ഷെഡ്യൂൾ ആയിട്ടൊക്കെ സാർ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനി ഫസ്റ്റ് പ്രിഫറൻസ് ഫോർ ദ ഫുഡ് അങ്ങനെ ഒന്നുമില്ല? I'll keep this and I'll come. ഇല്ല ആക്ച്വലി I am not a very good eater. You are not a very good eater? No, very minimum, and I have no much choice. ഇങ്ങനെ വേണം. Eating is for survival. അയ്യോ, അപ്പോൾ രാത്രിയും പകലും ഒക്കെ സോ യു വർക്ക്? അല്ല, ബിക്കോസ് നിവർത്തിയില്ല. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ വൈഫ് കുക്ക് ചെയ്യുന്നു, അത് നമ്മൾ കഴിച്ചില്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. അപ്പോൾ അതിനു വേണ്ടി വി ആർ ഈറ്റിംഗ് സംതിങ്. അപ്പോൾ മാത്രമല്ല, ഇപ്പം ഈ പ്രായം കൂടി വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫുഡിൻ്റെ ആവശ്യമില്ല. അതെ, മോർ കോൺസെൻട്രേഷൻ ഇൻ യുവർ വർക്ക്. അതെ, ശരിയാ സർ. ഇത്രയും തിരക്ക് പിടിച്ചേച്ചൊക്കെ യു ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക്. പക്ഷെ ആ വർക്കിനെ പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കത്തില്ല. ബട്ട് സ്റ്റിൽ ഈ ഫാമിലി ആയിട്ട് സാറിന് ശരിക്കും വീട്ടിൽ സാറിന് നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ അമ്മയുടെ കൂടെ? അല്ല, ടു മൈ ബാഡ് ലക്ക് മൈ ഫാദർ പാസ്ഡ് അവേ വെൻ ഐ എൻറ്റേർഡ് ഇൻ ടു എഞ്ചിനീയറിംഗ്. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും വലിയ സങ്കടം എൻ്റെ ജീവിതത്തിൽ. പിന്നെ രണ്ടാമത് മൈ മദർ പാസ്ഡ് അവേ ആസ് സൂൺ ആസ് ഐ ജോയിൻഡ് തുമ്പ. So I was actually with my sister, then my wife. But I think I was a good scientist, but I was not a good. I was not a good father or a good husband. No. Shariya, you maybe missed a lesson. A lot of them. I have not brought up my children properly. അത് എന്ത് പറഞ്ഞാലും സത്യമാണത്. So I feel അത് ഇപ്പൊ തോന്നുന്നത് അങ്ങനെ ചെയ്തത് ശരിയല്ല, തെറ്റായിപ്പോയി തോന്നുന്നുണ്ട്. എത്രയായാലും കാര്യം എന്നത് സാർ ഇപ്പൊ ഒത്തിരി പ്രശ്നങ്ങൾ വന്നപ്പോ തന്നെ, ഈ കേസ് തന്നെ വന്നപ്പോ തന്നെ മോർ ദാൻ അതർ പീപ്പിൾ എനിക്ക് തോന്നുന്നു സാറിന്റെ ഫാമിലിയാണ് സാറിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത്. ആ, സംശയമില്ല. അത് ആക്ച്വലി എൻ്റെ സപ്പോർട്ട് എൻ്റെ 2 കുട്ടികളും എൻ്റെ വൈഫും മാത്രമല്ല, എൻ്റെ വീടിന് ചുറ്റി 4 സൈഡും ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. ആക്ച്വലി ഇവരാണ് ഞാൻ ജയിലിലിരുന്നപ്പം ദേ വർ ടേക്കിംഗ് കെയർ ഓഫ് മൈ വൈഫ്. ഈ ഗവൺമെൻറ് ആണെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്തില്ലാന്നിരിക്കട്ടെ, പക്ഷേ ഓരോരോ കോടതിയുടെ വിധി വരുമ്പോഴും, ഫോർ എക്സാമ്പിൾ യു ടേക്ക് ദ സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ്. ഐ ഡോണ്ട് നോ, നിങ്ങൾ വായിക്കണം. സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ്, സത്യം പറഞ്ഞാൽ ആ സെൻറ്റൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ദ ബിഹേവിയർ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് കേരള ഈസ് നോട്ട് ഇൻ കംഫോർട്ട് വിത്ത് ദാറ്റ് ഓഫ് എ ഗവൺമെൻറ് വിച്ച് ഈസ് ബൗണ്ട് ബൈ റൂൾ ഓഫ് ലോ. ഇതാണ് വാക്ക്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ചെയ്യും, വീണ്ടും ഞാൻ ഇത് തന്നെ ചെയ്യും. അപ്പം ഇപ്പം 10 lakhs എനിക്ക് ഇമ്മീഡിയറ്റ് റിലീഫ് കൊടുക്കാൻ പറഞ്ഞു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. 10 lakhs ഇമ്മീഡിയറ്റ് ഇൻറ്ററീം റിലീഫാണ്. ഇമ്മീഡിയറ്റ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തോളൂ. അത് എനിക്ക് കിട്ടുന്നത് 11 വർഷം കഴിഞ്ഞിട്ടാണ്. ഇമ്മീഡിയറ്റ് പറഞ്ഞത് കിട്ടുന്നത് 11 years. അപ്പോൾ ഒരു കോടതിയുടെ വിധി വരുമ്പം അക്സെപ്റ്റ് ചെയ്യുന്ന ഗവൺമെന്റ് അതിന് എന്തിനാ 10 വർഷത്തിന് മുമ്പേ തന്നിട്ടായിരുന്നു? ശരിയാണ്. ഇതിപ്പോ ശരിക്കും എന്നാ പറയുന്നത്, സാറിനോട് ഇപ്പൊ ഇതിന്റെ അഭിപ്രായം ചോദിച്ചാലും ഒത്തിരി ഒന്നും പറയാൻ ഒക്കുകയല്ല. ബട്ട് സ്റ്റിൽ യു ക്യാൻ നോ ഇറ്റ് അല്ലേ? സാർ ശരിക്കും നമുക്ക് ഇപ്പം എന്നെപ്പോലത്തെ, ഞാൻ പറഞ്ഞില്ലേ, വീട്ടമ്മമാരും മാത്രമല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള എൻ്റെ സിലബസ് വെച്ച് നോക്കുവാണെങ്കിലും ഐ ഓൾസോ ഡസൻ നോ ഒത്തിരി ഇങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കും കുറച്ചൊക്കെ നോളജ് സയൻറ്റിസ്റ്റിനെ കുറിച്ചിട്ടും വാട്ട് ദേ ഡസ് എന്നും ഒക്കെ അറിയണ്ടേ അതിനെക്കുറിച്ചൊക്കെ? പാഠപുസ്തകങ്ങൾ മീൻ സിലബസിലേക്ക് വരണം എന്ന് ഞാൻ പറയുന്നത്. അല്ല, സിലബസിനല്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്താണല്ലോ താമസം. അപ്പം ഒരുവിധം BSSCയും ISRO കുറിച്ച് ഒരു പെരിഫറൽ നോളജ് എങ്കിലും ഉണ്ട്. ഡോക്ടർ ബ്രഹ്മപ്രകാശ് എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. No, I didn't. See, he is one of the major contributor for this space work. പക്ഷേ ഇവിടെ ഡോക്ടർ ബ്രഹ്മപ്രകാശ് ഹാൾ എന്ന് ഒരു ശ്രീകോട്ടയിലെ ഒരു ഹാളിൻ്റെ പേര് ബ്രഹ്മപ്രകാശ് ഹാൾ. ഇപ്പോട്ടെ, ഐ എം സേയിങ് ഡോക്ടർ സാറാഭായ്, ഡോക്ടർ ധാവൻ ആൻഡ് ഡോക്ടർ ബ്രഹ്മപ്രകാശ് ആൻഡ് ഡോക്ടർ UR റാവ്, ഇവരെക്കുറിച്ച്
നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകണം ഇവർ ആരാണ്. ശരിയാ സർ, ഐ അഡ്മിറ്റ്. അവരെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ അവരുടെ ചരിത്രം വരണം സർ. ശരിയാ. ദാറ്റ് ഇസ് എ മിനിമം. ഇവർ ആരും വെൽത്ത് കൊണ്ടുപോയിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് സാറാഭായ് ഇസ് ദ ബോൺ വെൽത്തി, അത് വേറെ കാര്യം. പക്ഷേ ഓൾ ഓഫ് ദം ആർ നോർമൽ ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ മനസ്സിലൊരു സങ്കടം തോന്നുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ ബ്രഹ്മപ്രകാശിനെ എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ കുറ്റമല്ല. കാരണം ടുഡേ വിക്രം സാറാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേര് വച്ചിരിക്കുന്നത് കൊണ്ട് ആരാണ് വിക്രം സാറാഭായ് എന്ന് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ എഞ്ചിൻ്റെ പേര് വികാസ് എന്ന് ഞാൻ വെച്ചു. അതിന് ആക്ച്വലി വാട്ട് ഐ മെന്റ് വാസ് വിക്രം എ സാറാഭായ്. അതറിയില്ല. അത് ശരിക്കും സാർ പറഞ്ഞ പോലെ അവരെ കുറിച്ചും നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെല്ലാം അറിയണം, അറിവോടുകൂടി തന്നെ എല്ലാം പാഠപുസ്തകത്തിൽ വരണം, അത് പഠിക്കണം. സയന്റിസ്റ്റിനെ കുറിച്ച് അതൊരു ഇൻസ്പിറേഷനാണ്. ഡോക്ടർ കലാമിനെ കുറിച്ച് ഇന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, overwhelmingly the entire nation moved for that. I am happy. And in fact in the world I think we are the second nation in the world to have such a solid system. That is one. Pin liquid, our liquid, you must understand, 30 flights including the one which is going to go in 28th. 30 flight absolutely successful. Not even one failure. Something big record. സർ, ഇപ്പം നമുക്ക് സാറിനിപ്പോൾ ഒരു കേസിൽ വന്നു, അത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞു. ശരിക്കും അത് കള്ളക്കേസ് എന്തുകൊണ്ട് വന്നു, അത് കള്ളക്കേസ് എന്തുകൊണ്ടായി എന്നുള്ളത് ആരും പിന്നെ അന്വേഷിച്ചില്ല. നമ്മുടെ ഗവൺമെന്റും ഒന്നും അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല അല്ലേ? ഇല്ല, എടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യം മുതലേ. നിങ്ങളിത് തെളിയിക്കാൻ പറ്റാത്ത കേസാണ് എന്ന് പറഞ്ഞില്ല. നിങ്ങൾ പറയുന്നത് തന്നെ CBI says it is a false case. Correct. Now, if it is a false case, somebody has fabricated it. Maybe. Now, if somebody has fabricated it, find out who is the person. ശരിക്കും അതാരും ഇനിഷ്യേറ്റീവ് എടുക്കാതെ അതിനെ അങ്ങ് തള്ളിക്കളഞ്ഞു അല്ലേ? ശരിക്കും അതറിഞ്ഞാലല്ലേ കുറച്ചുകൂടെയൊക്കെ നമുക്കും സാറിന്റെ ഇന്നസെൻസും അത് തെളിയിക്കണം. അത് തന്നെ വേണ്ടിയത്. അതാണ് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തത്. ശരിക്കും ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടോ ഇതിനകത്ത്? എന്തും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് സംടൈംസ് ഇറ്റ് മേ സോ ഹാപ്പൻ നമ്മുടെ ആളുകളുടെ ആർക്കും ഇതിനകത്ത് ഒരു പങ്കില്ല എന്ന് വരാം. വരട്ടെ. അതെ, എനിക്ക് അറിയാനുള്ള ആഗ്രഹം. അതെ, നമുക്കും അറിയണം. ശരിയാ, സാർ ഒന്നും അറിയാതെ ഇത്ര ഇന്നസെന്റ് ആയിട്ടും ഇത്രയും സിൻസിയർ ആയിട്ടും നമ്മുടെ നേഷന് വേണ്ടി വർക്ക് ചെയ്തിട്ട് സാർ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. നാട്ടുകാർക്കും നമുക്കും എല്ലാവർക്കും അറിയാം അതൊരു കള്ളക്കേസ് ആണ്. എന്നാൽ ആ കള്ളക്കേസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വേണം അത് ഏറ്റവും കൂടുതൽ അറിയണം. എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും ശരിക്കും നമ്മുടെ ഗവൺമെന്റ് അത് പ്രൂവ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അത് വേറെ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ട്. പലരും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചില്ല. ആക്ച്വലി ഈ മീഡിയ ആൾസോ പ്ലേഡ് എ റോൾ ഈ കള്ളക്കേസ് ഉണ്ടാക്കാനായിട്ട്. അവർ ആഘോഷിക്കായിരുന്നു ആദ്യത്തെ 1994 ഇത് തുടങ്ങുമ്പം. ദ മൊമെൻ്റ് അവർക്ക് ഇത് കള്ളക്കേസാണ് എന്ന് അറിഞ്ഞതിന് ശേഷം അവർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് തോന്നുന്ന ആ ഐഡിയ തെറ്റുതിരുത്തുന്നത് എന്തിനാ മറ്റവർ ചെയ്തുകൂടാ? അത് ശരിയാ. ഒരാൾക്ക് തെറ്റു പറ്റി. എല്ലാ പത്രങ്ങളാണ് ഞാൻ പറയുന്നത്, ഒരു പത്രമല്ല, എല്ലാ പത്രങ്ങളും, എല്ലാ ചാനലും. ഇത്രയും കാലം 20 വർഷം ഞാൻ എല്ലാ കോടതിയും കയറി ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ. ശരിക്കും സാർ, ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഇത്രയും സാറിനെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഐ ഫീൽ അഷെയിംഡ് ഓഫ് മൈസെൽഫ്. ശരിക്കും ഞാൻ ചോദിക്കുന്നത് തെറ്റാന്നറിയാം, പക്ഷെ എന്നാലും ഒരു ചോദിക്കാണ് അവർ തിരിച്ച് ബാക്ക് ടു സർവീസ് ചോദിച്ച അല്ല, ബട്ട് സ്റ്റിൽ സാറിന്റെ ഒരു ലൈഫ് അങ്ങനെ ആയിരുന്നു. യു വർക്ക് എ ലോട്ട്, യു വർക്ക് ഫോർ നേഷൻ. എല്ലാം ചെയ്താലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യു ഹാവ് ദാറ്റ് അല്ലേ? അല്ല, ഇപ്പം എനിക്ക് ഉള്ള ഒരു സിറ്റുവേഷൻ, ഐ എം ഏജ്ഡ്. ഓക്കെ, ഐ അക്സെപ്റ്റ് ഇറ്റ്. നോബഡി കൻ സേ ഐ എം ബിക്കമിങ് യങ്ങർ. അതല്ല. നൗ ഐ എം അറ്റ് ദ വെർജ് ഓഫ് ഗെറ്റിംഗ് എ സക്സസ്ഫുൾ വെർഡിക്റ്റ് ടു മൈ ഫൈറ്റ്. ദാറ്റ് ഈസ് ഫൈൻ. അത് കിട്ടാതെ തന്നെ ഐ എം കണ്ടന്റഡ് നൗ. നൗ ഐ ഫീൽ ദാറ്റ് ഐ ഹാവ് ഫought enough ആൻഡ് ഇത് റിസൾട്ട് വരും. അതിന് കണ്ടമാനം ഈശ്വരൻ എന്നൊരു ശക്തിയുണ്ട് സാർ. അപ്പൊ എത്രയായാലും സാറിന്റെ ഒരു ഹാർഡ് വർക്കും സാറിന്റെ സിൻസിയാരിറ്റിയും എത്രയായാലും നമ്മുടെ ഗവൺമെന്റും നാട്ടുകാരും കണ്ടില്ലെങ്കിലും ഈശ്വരൻ എന്നൊരു ശക്തി തീർച്ചയായിട്ടും നാട്ടുകാർക്ക് അറിയാം. ഐ കൻ ടെൽ യു വെരി ഫ്രാങ്ക്ലി, ഇപ്പം എവിടെ പോയാലും ഐ എം ഗെറ്റിംഗ് എ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്. ഐ ഫീൽ സംടൈംസ് ഒരു ലജ്ജയായിരിക്കും, സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്. അത് പർട്ടിക്കുലർലി ഇൻ ദുബായ്. അവിടുത്തെ ഈ മലയാളീസിന് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മലയാളീസാണ് അവർ. അത് നമ്മുടെ ആൾക്കാരാണോ നമുക്കൊരു. അപ്പോൾ ഞാനൊരു പാഠം പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, കേരളൈറ്റ്സ് പർട്ടിക്കുലർലി
ഇവരുടെ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസൊക്കെ ഇല്ലെങ്കിൽ, അതായത് അവരുടെ ഫുഡും അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനും ഇതൊക്കെ എല്ലാം മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവരെപ്പോലെ നല്ല മനുഷ്യരെ ഉലകത്തിലാറില്ല. ശരിയാ സർ. അത് അവിടെ ഞാൻ കണ്ടു. ആക്ച്വലി ദേ വേർ ആൾ യു നോ വാട്ട് യു ആർ ടെല്ലിങ്. അതുപോലെയായിരുന്നു എല്ലാവരും സംസാരിച്ചത്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സിലെ ഒരു എங்கേയോ ഒരു കാണാനുള്ള ഒരു സന്തോഷം.